മുനമ്പം വഖഫ് ഭൂമി ആണെന്നും അല്ലെന്നുമുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഇത് വഖഫ് ഭൂമിയല്ലെന്ന്. പക്ഷേ കെ.എം. ഷാജി എന്ന് പറയുന്ന ലീഗ് നേതാവ് പറഞ്ഞു ഇത് വഖഫ് ഭൂമി തന്നെയാണ്, അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ ഇടപെട്ടതെന്ന് പറയുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ട് പറയുന്നു പരസ്യ പ്രതികരണമൊക്കെ നിർത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി നടക്കുന്നില്ലേ? ഇല്ല, കള്ളക്കളി കോൺഗ്രസ് ആണ് നടത്തുന്നത്. വി.ഡി. സതീശൻ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് കുറഞ്ഞൊരു 1.5 മാസം മുമ്പാണ്. ഒറ്റത്തവണയെ പറഞ്ഞുള്ളൂ. അതിനുശേഷം വി.ഡി. സതീശൻ പറഞ്ഞിട്ടില്ല. ഒരേ ഒരു തവണ വി.എം. സുധീരനും പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫ് ഭൂമിയല്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണം. അതേസമയം കെ.എം. ഷാജി പറഞ്ഞതിനകത്തൊരു മെരിറ്റുണ്ട്. ഇത് വഖഫ് ഭൂമിയാണെന്ന് ഞാൻ വാദിക്കുകയല്ല കേട്ടോ. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തന്നെയാണ് എൻ്റെ പഠനത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിരിക്കുമ്പോൾ പോലും മറ്റൊരാൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതെ, കെ.എം. ഷാജി പറയുന്നതിനകത്തൊരു ലോജിക്കുണ്ട്. കെ.എം. ഷാജി പറയുന്നത് ഇത് വഖഫ് ഭൂമി തന്നെയാണ്. ഇനി വഖഫ് ഭൂമി അല്ലെങ്കിൽ പിന്നെ പാണക്കാട് തങ്ങൾ അവിടെ പോകേണ്ട കാര്യം എന്താ? ആ പ്രശ്നത്തിൽ തലവയ്ക്കേണ്ട കാര്യം എന്താ? വെറും ഒരു ഭൂമി തർക്കമാണെന്ന് വെച്ചോ, അതിൽ പാണക്കാട് തങ്ങളോ മുസ്ലിം ലീഗോ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഞാനും സിനിജിയും തമ്മിൽ വേലി തർക്കം നടക്കുകയാണെങ്കിൽ പാണക്കാട് തങ്ങൾക്ക് എന്താ? ഒരു വസ്തുതർക്കം മാത്രമാണല്ലോ അല്ലേ? അതൊരു വസ്തുതർക്കം. എത്രയോ വസ്തുതർക്കം നാട്ടിൽ നടക്കുന്നു, അതിൽ പാണക്കാട് തങ്ങളാണോ പോകുന്നത്? ഇതാണ് ഷാജിയുടെ ചോദ്യം. ഇത് ശരിയല്ലേ? ഇപ്പോൾ ഷാജി പറയുന്നത് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ പാണക്കാട് തങ്ങൾ ഇടപെട്ടത്. അതല്ലാതെ വെറും ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന് എന്താ കാര്യം എന്നാണ് ഷാജി ചോദിക്കുന്നത്. നാട്ടിൽ എത്രയോ ഭൂമി തർക്കങ്ങൾ നടക്കുന്നു. ടാക്സ് കൊടുക്കുന്നില്ല, ബേസിക് ടാക്സ് തിരുത്തുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, ലേലം ചെയ്യുന്നു, ജപ്തി ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പാണക്കാട് തങ്ങൾ പോയി തലവയ്ക്കാറുണ്ടോ? ഇല്ല. ഈ കാര്യത്തിൽ പാണക്കാട് തങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സഭാ നേതാക്കന്മാരെ വന്ന് കാണാനുണ്ടായ സാഹചര്യമാണ് കെ.എം. ഷാജി പറയുന്നത്. അത് വഖഫ് ഭൂമിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇതാണ് ഷാജിയുടെ പോയിൻ്റ്. ആ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കണം. ആ പോയിൻറ്റിനോട് ഡിസഗ്രി ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ആ പോയിൻ്റ് മനസ്സിലായില്ല എന്ന് ഭാവിക്കരുത്. അങ്ങനെ പറയുന്നൊരു പോയിൻ്റാണ്. ബേസിക് പ്രശ്നം ഇപ്പോഴും മുനമ്പത്ത് ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതെ, വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്നവരെയും അവരുടെ പള്ളി വടക്കാരന് ഈ സാധനമൊക്കെ എന്ത് ചെയ്യും? ഇവരെ കുടിയിറക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് ഷാജി തന്നെ പറയുന്നുണ്ട്. കെ.എം. ഷാജിയുടെ പ്രശ്നത്തിൽ അതുമുണ്ട്. അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കുന്ന പ്രശ്നമില്ല. അതായത് വഖഫ് ഭൂമിയിലെ എൻക്രോച്ചേഴ്സായിട്ട് ഈ മനുഷ്യർ താമസിക്കും. പുറമ്പോക്ക് കൈകയറി താമസിക്കുന്നവരുണ്ട്. ആരും ഇറക്കിയൊന്നും വിട്ടിട്ടില്ല. വർഷം 10-40 അവർ ടാക്സ് അടയ്ക്കുന്നില്ല. അവരുടെ ഭൂമിയാണെന്നുള്ള ഇത് പട്ടയം അവരുടെ ഇല്ല, ഒന്നുമില്ല. അവരവിടെ താമസിക്കുന്നു. 10-40 വർഷമായി, ഇപ്പോൾ 3ാമത്തെ തലമുറയായിരിക്കും അങ്ങനെ താമസിക്കുന്നവരുണ്ട്. ഇതുപോലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻക്രോച്ചേഴ്സായിട്ട് മുനമ്പത്തെ ആൾക്കാർ താമസിക്കും. അവർക്ക് ആ ഭൂമി മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. ആ ഭൂമി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സാധ്യമല്ല, ഒന്നും സാധ്യമല്ല. പക്ഷേ അവിടെ താമസിക്കാം. ഇതാണ് ഷാജി പറയുന്നത്. ഇത് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചു നോക്കുക. മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് മുസ്ലിം ലീഗ് പറയാൻ പോകുന്നത് എന്താ? ഇവരെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, പക്ഷേ ഇത് ഭൂമി വഖഫ് ഭൂമിയാണ്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അപ്പോൾ അടുത്ത ഫോർമുല വരും. ഇത് ഞാൻ അറിഞ്ഞിട്ടുള്ളതും പലർക്കും അറിയാം. 500 ഏക്കർ ഭൂമി പകരം വഖഫിന് കാസർഗോഡ് ജില്ലയിൽ കൊടുക്കും. 500 ഏക്കർ. അതൊരു പക്ഷേ ഒറ്റ പ്ലോട്ടാകാം, 2-3 പ്ലോട്ടാകാം. 500 ഏക്കർ കൊടുക്കും. ഇവിടെ വഖഫിന് നഷ്ടപ്പെടുന്നത് 404 ഏക്കറാണ്. അതിൽ 300 ഏക്കർ കടലിൽ പോയി, ബാക്കി 104 ഏക്കർ കര. ഇതാണ് കിടപ്പ്. ഈ 404 ഏക്കർ ഇപ്പോഴുള്ള 104 ഏക്കർ ഭൂമിക്ക് പകരമായിട്ട് 500 ഏക്കർ കാസർഗോഡ് കൊടുക്കും സർക്കാർ. എന്നിട്ട് വഖഫ് എന്ത് ചെയ്യും? അവരുടെ രജിസ്റ്ററിൽ തിരുത്ത് വരുത്തും. ഈ മുനമ്പത്തെ ഭൂമി ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാസർഗോഡ് ഭൂമി വാങ്ങി, കാസർഗോഡ് ഇന്ന സർവേ നമ്പറിലെ ഭൂമി ഞങ്ങളുടെയാണ്, മുനമ്പത്തെ ഭൂമി ഞങ്ങൾ ഡീരജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും.
ഇവർക്ക് തഹസിൽദാർക്ക് അവർക്കൊക്കെ ഇൻസ്ട്രക്ഷൻ പോകും. ആ ഭൂമി ഇപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാണോ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ കരമടയ്ക്കും, അതെടുത്തോളണം എന്ന് പറഞ്ഞിട്ട് റെഗുലറൈസ് ചെയ്യും. ഇങ്ങനെയാണ് ഇവരുടെ വസ്തു കച്ചവടം നടക്കാൻ പോകുന്നത്. അതായത് മുനമ്പത്തെ വഖഫ് ഭൂമിയാണ് എന്ന് അംഗീകരിച്ചിട്ട് കടലിൽ പോയതടക്കം 404 ഏക്കറിന് പകരം 500 ഏക്കർ നാട്ടുകാരുടെ ഭൂമി പിണറായി വിജയൻ വഖഫിന് കൊടുക്കും. അതേ എൻ്റെയും സിനിജിയുടെയൊക്കെ ഭൂമി. പൊതുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കും കൂടെ അവകാശമുള്ളതാണ്. ഈ പൊതുഭൂമിയിൽ നിന്ന് 500 ഏക്കർ വഖഫിന് കൊടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്ന പ്രശ്നം. മിക്കവാറും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തീർക്കുകയും വേണം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു കടുംപിടുത്തം ആണ്. കാരണം സാഹചര്യം അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ബോൾഡായിട്ട് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ ചലഞ്ച് ചെയ്യണം. പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇത് വഖഫ് ഭൂമിയാണെന്ന് വഖഫുകാർ പ്രഖ്യാപിക്കുന്നത് 2009-ലാണ്. 2009 പ്രഖ്യാപിക്കാൻ എന്താ കാര്യം? 2007 നിസാർ കമ്മീഷൻ വന്നു. നിസാർ കമ്മീഷനാണ് മുനമ്പം ഭൂമി വഖഫാണെന്നും അത് ഏറ്റെടുക്കണമെന്നും വഖഫ് ബോർഡിനോട് പറഞ്ഞത്. വഖഫ് ബോർഡ് ഏറ്റെടുത്തില്ല. അവരിതിന് പോയി, ഏടാകൊടുത്തിന് അവർ പോയില്ല. 2 വർഷം ഇവർ തർക്കിച്ച് ഇട്ടുകൊണ്ടിരുന്നിട്ട് 2009 ആയപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് വഖഫ് ബോർഡ് മുനമ്പം ഭൂമിയെ ഏറ്റെടുക്കുന്നത്. അത് VS അച്യുതാനന്ദൻ ഇതേക്കുറിച്ച് പഠിക്കാനല്ലേ നിസാർ കമ്മീഷനെ വെച്ചത്? അതെ. അപ്പോൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യം എന്താണ്? അതെ, കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഇവർ പാലിക്കണം. കമ്മീഷൻ്റെ തുടക്കം മുതൽ വഖഫ് ബോർഡുമായിട്ട് ഉടക്കായിരുന്നു. കമ്മീഷൻ വെച്ചത് എന്തിനാ? വഖഫ് ബോർഡിൽ നിരന്തരം അഴിമതി നടക്കുന്നു, അവർ ഭൂമി കച്ചവടം നടക്കുന്നു, അവർ ശ്രദ്ധിക്കാതെ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു. ഇങ്ങനെ നിരന്തരം പോപ്പുലർ ഫ്രണ്ടുകാർ കംപ്ലയിൻ്റ് ചെയ്തു. തേജസ്സിലാണ് ഈ വാർത്ത വന്നുകൊണ്ടിരുന്നത്. നല്ലതിനോ ചീത്തയ്ക്കോ ആയിക്കോട്ടെ, ഒരാൾ ചെയ്തു നമ്മൾ പറയണമല്ലോ. പോപ്പുലർ ഫ്രണ്ടും തേജസ് പത്രവും അന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം തങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്, അല്ലാതെ മുനമ്പത്തുകാരോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് ചെയ്തതല്ല. ആ സമുദായത്തിന് സപ്പോർട്ട് ചെയ്തതാണ്. വഖഫ് ഭൂമി ഈ വഖഫിൻ്റെ ചുമതലക്കാർ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കോടതി കാര്യത്തിന് നോട്ടീസ് സെർവ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് അടുത്താണല്ലോ അവരുടെ ആഫീസ്, അതിന് പോസ്റ്റിൽ അയക്കാനൊന്നും പോകണ്ട. ഞാൻ നേരെ അവിടെ ആഫീസിൽ കയറി ചെന്നു. കോടതിയുടെ നോട്ടീസാണ്. അവർ കൊടുത്തു, ഒപ്പൊക്കെ ഇട്ട് സീലൊക്കെ വെച്ച് തന്നു, ഇരുന്നു, ചായയൊക്കെ വരുത്തിച്ച് തന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ അന്ന് വഖഫ് ബോർഡുകാരൻ എന്നോട് പറഞ്ഞു, മോഹൻദാസ്, നിങ്ങൾ ഈ ദേവസ്വത്തിൻ്റെ കേസുമായിട്ട് നടക്കുന്നു. 2 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2 ലക്ഷം ഏക്കർ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അയ്യോ ആ കഷ്ടമാണല്ലോ, 2 ലക്ഷം ഏക്കറൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ലോഹ്യമൊക്കെ പറഞ്ഞ് ഞാനും പോകും. അന്ന് മുതൽ എനിക്കറിയാം ഈ വഖഫ് ബോർഡിങ്. അപ്പോൾ മുസ്ലിമിലെ തീവ്രവിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഇതങ്ങ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. വഖഫ് ബോർഡിൻ്റെ പിടിപ്പ് കേടാണ്, അവിടെ ഇത്ര ഭൂമി പോയി, ഇവിടെ ഇത്ര ഭൂമി പോയി, മറ്റേത് പോയി, മറിച്ച് പോയി എന്ന് പറഞ്ഞ് കംപ്ലയിൻ്റ് അയക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അച്യുതാനന്ദൻ ഈ കമ്മീഷനെ വയ്ക്കുന്നത്. ആ കമ്മീഷൻ ഓൾറെഡി ഹോസ്റ്റൈലായിട്ടാണ് വഖഫ് ബോർഡിനെ കാണുന്നത് തന്നെ. ഇവന്മാരത്ര ശരിയല്ല, ഞാൻ ഇവനെ ശരിയാക്കി തരാം, ഇങ്ങനെയാണ് കമ്മീഷൻ കയറുന്നത് തന്നെ. ഫസ്റ്റ് വഴക്കുണ്ടാകുന്നത് കമ്മീഷൻ്റെ ചിലവ് വഖഫ് ബോർഡ് വഹിക്കണം എന്ന് കമ്മീഷൻ. പറ്റില്ല എന്ന് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് പറഞ്ഞു, ഞങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ വന്ന ആളിൻ്റെ ചിലവ് ഞങ്ങൾ വഹിക്കണം. താൻ കുറ്റം കണ്ടുപിടിച്ചോ, അതുകൂടാതെ അതിൻ്റെ ചിലവും ശമ്പളവും കൂടെ ഞാൻ തരണമെന്ന് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. കമ്മീഷൻ എന്നിട്ട് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുകയാണ്, ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡുണ്ടല്ലോ, ആ ദേവസ്വം ബോർഡിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്. ആ ഓംബുഡ്സ്മാൻ്റെ ചിലവ് ദേവസ്വം ബോർഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഓംബുഡ്സ്മാൻ്റെ ജോലി എന്താ? ദേവസ്വം ബോർഡിൻ്റെ കുറ്റം കണ്ടുപിടിക്കലാണ്, പരാതി പരിഹരിക്കലാണ്. അപ്പോൾ അയാളുടെ ചിലവ് ദേവസ്വം ബോർഡിന് വഹിക്കാമെങ്കിൽ ഞങ്ങളുടെ ചിലവ് വഖഫ് ബോർഡും വഹിക്കണം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഓംബുഡ്സ്മാൻ്റെ ചിലവ് ദേവസ്വം ബോർഡിൻ്റെ പോക്കറ്റിൽ നിന്നാണ്. ദേവസ്വം ബോർഡിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഒരാളെ ദേവസ്വം ബോർഡ് തന്നെ ചിലവ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഓംബുഡ്സ്മാൻ സംവിധാനം. ഇതുപോലെയായി നിസാർ കമ്മീഷൻ. ആ നിസാർ കമ്മീഷൻ്റെ നിരന്തരം നിർബന്ധത്തിന് വിധേയരായിട്ടാണ് ഇവർ വഖഫ് ഭൂമിയായിട്ട് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പം നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മുൻകാല പ്രാബല്യത്തോടുകൂടി ഞങ്ങളത് തള്ളിക്കളയുന്നു, അത് വഖഫ് സ്വത്തല്ല എന്ന് പ്രഖ്യാപിക്കണം എന്ന് വഖഫ് ബോർഡിനോട് പറയുക.
വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ അവർ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ മാറ്റിയിട്ട് പുതിയ വഖഫ് ബോർഡിനെ വയ്ക്കുക. ഇതിന് സർക്കാരിന് അവകാശമുണ്ട്. അതാണ് ചന്ദ്രബാബു നായിഡു ചെയ്തത്. അവിടുത്തെ വഖഫ് ബോർഡിനെ പുള്ളി എടുത്ത് തോട്ടിക്കളഞ്ഞു. പുതിയ ആൾക്കാരെ പുതിയ വഖഫ് ബോർഡിനെ നിയമിക്കുന്നത് സർക്കാരാണ്. ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നത് സർക്കാരാണ്. പക്ഷേ അവർക്ക് സ്വയംഭരണാവകാശം ഉണ്ട് എന്നാണ് സങ്കല്പം. ഈ സ്വയംഭരണാവകാശം ഉള്ളവൻ അവൻ്റെ തോന്നിയാസം കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവനെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റില്ല. ആകെ പറ്റി പറഞ്ഞാൽ കേൾക്കുന്ന ഒരുത്തിനെ അവിടെ വയ്ക്കുക. ഇവനെ മാറ്റിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്നവനെ വെച്ചിട്ട് അത് വെച്ച് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പ്രഖ്യാപിക്കുക. ഇത് ഒരു സ്ട്രെയിറ്റ് കൺഫ്രണ്ടേഷനായിരിക്കും മുസ്ലിം ലീഗുമായിട്ട്. മുസ്ലിം ലീഗുമായിട്ട് മാത്രമല്ല, സമസ്തയായിട്ട് സകലരുമായിട്ടും സ്ട്രെയിറ്റ് കൺഫ്രണ്ടേഷൻ. അതിന് പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ലീഗ് ഇപ്പോൾ ഇത് മറച്ചു പിടിക്കാനായിട്ട് നേതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ വരാപ്പുഴയിൽ ഈ നേതാക്കളെ കാണാൻ, അല്ല ഈ ബിഷപ്പുമാരെയൊക്കെ കാണാനായിട്ട് എന്തിനാണ് ലീഗ് നേതാക്കൾ എത്തിയത്? അല്ല, ഇതിൻ്റെ അത് രാഷ്ട്രീയമാണ്. ഇതിൻ്റെ ബേസിക് ഈ ഡിസ്പ്യൂട്ടിൻ്റെ രാഷ്ട്രീയ പ്രയോജനം ആർക്ക് പോകും? BJPക്ക് പോകും എന്നവർ ഭയപ്പെടുന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ തമ്മിലുണ്ട് പ്രശ്നമുണ്ട് ചേട്ടാ, പുറത്തൊന്നും പറയണ്ട, നമുക്കതങ്ങ് തീർക്കാം. ഒരു 500 ഏക്കർ സ്ഥലം കാസർഗോഡ് ഞങ്ങൾ എടുത്തോട്ടെ, നിങ്ങൾ വിളമ്പിക്കായിരുന്നാൽ മതി. അപ്പോൾ സഭ പറയും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും എന്ത് വേണമെങ്കിലും എടുത്തോ, നമ്മുടെ ഈ മുനമ്പം വിട്ടു തന്നാൽ മതി. ശരി, വിട്ടുതരാം. തിരുമേനി വിഷമിക്കാമെന്ന് ഞാനല്ലേ പറയുന്നത്. ഞങ്ങളിതൊന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയോടും പറയും. മുഖ്യമന്ത്രി എന്ത് പറയുന്നു? അല്ല, അത് പരസ്യമൊന്നും കൊടുക്കേണ്ട, ആരും അറിയരുത്. ടിങ് ടിങ്. ഇതാണ് അവരുടെ ആവശ്യം. BJPക്ക് രാഷ്ട്രീയ പ്രയോജനം ലഭിക്കരുത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ബുദ്ധിമുട്ടി ഇവിടെ എറണാകുളത്ത് വരെ വന്നിട്ട് വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെയും എറണാകുളം മര്യാദ രൂപത മെത്രാന്മാരെയൊക്കെ കണ്ടിട്ട് പോകാൻ കാര്യം രാഷ്ട്രീയമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഷാജി അത് പുറപ്പുറത്ത് കയറിയെന്ന് വിളിച്ചു പറയുന്നത്? അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ തൃപ്തിപ്പെടുത്തണ്ടേ? അല്ല, കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറയുന്നത് ഷാജി കേൾക്കുന്നില്ലല്ലോ. അല്ല, ഷാജി കേട്ടല്ലോ. ഷാജിയുടെ പരസ്യ പ്രസ്താവന പ്രസംഗം വന്നതിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി പരസ്യ പ്രസ്താവന വേണ്ടാന്ന് പറയുന്നത്. അതിനുശേഷം ഷാജി ഒന്നും വേണ്ടിയിട്ടുമില്ല. അതാണല്ലോ സാധനം. ഇപ്പം ഞാൻ പാർട്ടി പ്രസിഡൻ്റാണ്, പാർട്ടിയുടെ വക്താവാണ് സിനുജി. പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ എന്താ ചെയ്യുന്നത്? സിനുജി അങ്ങ് തട്ടിക്കുമെന്ന്. സിനുജി തട്ടിവിടുമ്പോൾ ഞാൻ സിനുജിയെ തള്ളിപ്പറയുന്നില്ല. പകരം വൈകുന്നേരമാകുമ്പോൾ ഞാൻ പറയും, പരസ്യപ്രസ്താവനകളൊന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനുജിയോടും സംസാരിച്ചു. അപ്പോഴും ഞാൻ സിനുജി പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നില്ല, പരസ്യപ്രസ്താവന വേണ്ടെന്നേ പറയുന്നുള്ളൂ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് എന്താ? ഷാജി പറഞ്ഞത് ശരിയാണ്, പക്ഷെ മൈക്കിലൂടെ പറയാതെ. ഇതാണ്. അപ്പോൾ ET എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അത് തന്നെയാണ്. അത് പിന്നെ വഖഫിൽ അവർക്ക് വിട്ടുവീഴ്ചയില്ല. ആകെ ഇതേ ഉള്ളൂ, പുറത്ത് പറയാതെ വെറുതെ കലഹം ഉണ്ടാക്കാതെ. കാരണം അതിൻ്റെ ഗുണം BJPക്ക് കിട്ടും. ഇതാണ്. എന്നാൽ BJP ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ? അത് ചെയ്യുന്നില്ല. അത് ചെയ്യുന്നുണ്ട് കുറേശ്ശേക്ക്, പക്ഷേ ഏക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ പൊതുവെ BJP ആണല്ലോ. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ഇത് ചെയ്യാൻ അങ്ങനെ ഒരു സാമർഥ്യം BJPക്ക് ആയി വന്നിട്ടുമില്ല. അതുകൊണ്ട് അല്പം ഡൗണായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാവും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ ഇത് പറയുന്നത്, നിങ്ങൾക്ക് 500 1000 ഏക്കർ തന്നേക്കാം, ഇത് ഇന്ന് പിടിവിട്, വെറുതെ ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ. കാര്യം എന്താ? ഗുണം BJPക്ക് കിട്ടും, നമുക്ക് രണ്ടുപേർക്കും ദോഷം വരും. അതുകൊണ്ട് പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ തീരാനാണ് സാധ്യത. മറ്റേ വഴിക്കൊന്നും തീരാൻ പറ്റില്ല. പിണറായി വിജയൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ വരുന്ന പ്രശ്നമില്ല. അതല്ലെങ്കിൽ ആ രീതിക്ക് ആ നരേറ്റീവ് സെറ്റ് ചെയ്തുകൊണ്ട് വരണം. വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലെ അപ്പർ ക്ലാസ് വെച്ച് അനുഭവിക്കുന്ന ഒരു സ്വത്താണെന്നും പാവങ്ങൾക്ക് അതിൽ ഒന്നും കിട്ടുന്നില്ലെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതിനൊക്കെ ആര് പോകും? ട്രഡീഷണലി എല്ലാവരും ചെയ്യുന്നത് മുസ്ലിം വോട്ട് കിട്ടാനായിട്ട് മുസ്ലിങ്ങളിലെ നേതാക്കന്മാരെ സൂചിപ്പിക്കുക. ബാക്കിയുള്ളവരെ എങ്ങനെ പോയാലും കുഴപ്പമൊന്നും, ഈ നേതാവ് പറഞ്ഞാൽ അവർ കേട്ടോളും. അപ്പോൾ 5 പേരെ സൂചിപ്പിക്കാനല്ലേ എളുപ്പം. 50,000 പേരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പാടാലോചിച്ച് നോക്കിയേ. ഇതാണ് എളുപ്പവഴി രാഷ്ട്രീയത്തിൽ നോക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.